പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ തൻ്റെ ദൗത്യം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ ഒരുക്കമായി നസ്രത്തിൽ, താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന സിനഗോഗിൽ യേശയ്യാ പ്രവചനം വായിക്കുന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ തിരുവചനം. ഈശോയുടെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടും തുടർന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും തുടർച്ചയായ സാന്നിധ്യവുമാണ്. നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് മൂലം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുത്ത ഈശോ പിന്നീട് പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈശോയിൽ ആവസിക്കുന്നത് പ്രകടമായി എല്ലാവരും കാണുന്നു. പിന്നീട് തിരുവചനം പറയുന്നത് ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആ ഭാഗം പറഞ്ഞ് അവസാനിക്കുമ്പോൾ മറ്റൊരു ഭാഗം തുടങ്ങുന്നത് ഈശോ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. തുടർന്നാണ് ഈശോ സിനഗോഗിൽ വായിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യേശയ്യാ പ്രവചനം വായിക്കുന്നതും അതിലാദ്യം എഴുതിയിരിക്കുന്ന വാക്യം കാണുന്നതും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഇടപെടലും തുടർച്ചയായ സാന്നിധ്യവും ഈശോയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ ഘട്ടത്തിലും കാണുന്നു. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മളും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മാമോദീസായിൽ പുതിയൊരു ജന്മം എടുത്തവരാണ്. നമ്മുടെ ജീവിതത്തിലും തുടർച്ചയായി ഈശോയുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മളത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തെ കൂട്ടുപിടിച്ച് തുടങ്ങുന്നവർക്ക് ചെല്ലുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണും. നമുക്ക് പ്രായോഗികമായ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ദൈവത്തോടുകൂടി നമ്മളൊരു ദിവസം, പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. നമുക്കതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും ദൈവത്തോടുകൂടി ആരംഭിക്കാനായി പരിശ്രമിക്കാം. ഒരുപക്ഷെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ചിട്ട് പോയാൽ പിന്നീട് നമ്മുടെ ആ ദിവസം മുഴുവനും എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം ഈശോയും ഉണ്ടാകും. ദേവാലയത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ച്, രാവിലെ പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ ശേഷം ജോലിക്ക് പോകുന്നതിനൊക്കെ മുമ്പ് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമുക്കൊരു ദിവസത്തെ പൂർണ്ണമായി വരവേൽക്കാനായി പരിശ്രമിക്കാം. ഈശോയോടുകൂടി ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ പ്രഭാതത്തെ, ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ മഹത്വത്തിനായി കാഴ്ചവെക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി അങ്ങയെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി തുടങ്ങുന്ന ഈ ദിവസത്തിൽ ഞങ്ങളുടെ ഓരോ കാര്യത്തിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ഞങ്ങളെ നിയന്ത്രിക്കുകയും ഞങ്ങളെ ആത്മികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.